VIP അഹങ്കാരത്തിനും രാഷ്ട്രീയക്കാരുടെ സമയം വൈകലുകൾക്കും മുൻപിൽ സാംസ്കാരിക കേരളം ഇനിയും തലകുനിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പുമായി പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന്റെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെയാണ് ഫിലിം സൊസൈറ്റിയുടെ വേദിയിൽ അടൂർ പരസ്യമായി തുറന്നടിച്ചത്. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി സാംസ്കാരിക രംഗത്തുള്ളവരെയും സാധാരണക്കാരെയും ഒരുപോലെ വഴിയാധാരമാക്കുന്ന രാഷ്ട്രീയക്കാരുടെ അഹങ്കാരത്തെയാണ് ഈ കടന്നാക്രമണത്തിലൂടെ അദ്ദേഹം വിചാരണ ചെയ്തത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന ചടങ്ങിലേക്ക് 4 മണിയായിട്ടും മന്ത്രി വിഷ്ണുനാഥ് എത്താതിരുന്നതാണ് അടൂരിനെ ചൊടിപ്പിച്ചത്. മണിക്കൂറുകളോളം വേദിയിൽ കാത്തു നിൽക്കേണ്ടി വന്ന സാഹിത്യ സാംസ്കാരിക പ്രമുഖരെയും സംഘാടകരെയും പൂർണ്ണമായി അവഗണിക്കുന്ന സമീപനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മന്ത്രി വരുന്നത് വരെ പ്രസംഗിക്കാൻ കൂട്ടാക്കാതിരുന്ന അടൂർ അദ്ദേഹം വേദിയിലെത്തിയ ശേഷമാണ് തന്റെ കടുത്ത അമർഷം പരസ്യമായി തുറന്നടിച്ചത്. മന്ത്രിമാർ എപ്പോഴും തങ്ങൾക്ക് മാത്രമാണ് തിരക്കെന്ന് കരുതരുതെന്നും ഇവിടെ കൂടിയ മറ്റു മനുഷ്യർക്കും ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കും അവരുടേതായ തിരക്കുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദ കാട്ടണമെന്നുമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ തുറന്നടിച്ചത്. ജനപ്രതിനിധികളും മന്ത്രിമാരും സാംസ്കാരിക ചടങ്ങുകളെ തങ്ങളുടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കുള്ള വേദിയോ സൗകര്യപൂർവ്വം വന്നു പോകാനുള്ള ഇടമോ ആയി കാണുന്നതിലെ അഹങ്കാരത്തെയാണ് അടൂർ വേദിയിൽ വിചാരണ ചെയ്തത്. മുൻപൊരു സാംസ്കാരിക മന്ത്രിയെ വിളിച്ച യോഗത്തിൽ 1.5 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്ന ദുരനുഭവവും അദ്ദേഹം പറഞ്ഞു. അന്ന് ഒടുവിലെത്തിയ മന്ത്രി 5 മിനിറ്റ് കൊണ്ട് യോഗം അവസാനിപ്പിക്കാൻ പറഞ്ഞതോടെ മേലാൽ ഒരു മന്ത്രിയും വിളിക്കുന്ന പരിപാടിക്ക് പോകില്ലെന്ന് തീരുമാനിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ചടങ്ങിൽ നിന്നും 2 മണിക്കൂർ വൈകിയപ്പോൾ തന്നെ മടങ്ങാൻ ചിന്തിച്ചതാണെങ്കിലും കൂടുതൽ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാൻ മാത്രമാണ് കാത്തിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രിയുടെ വൈകിയെത്തലിനെ മാത്രം വിചാരണ ചെയ്തുകൊണ്ട് അടൂർ നിർത്തിയില്ല. കേരള ചലച്ചിത്ര അക്കാദമിയുടെ തകർച്ചയിലേക്കും അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ നിലവാര തകർച്ചയിലേക്കും അദ്ദേഹം വിമർശന ശരങ്ങളേറ്റു. അന്താരാഷ്ട്ര തലത്തിൽ IFFK ഇതുവരെ ശരിയായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ പരിചയസമ്പന്നരും യോഗ്യരുമായ ജൂറികളെ കൊണ്ടുവരാൻ അക്കാദമി പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. അക്കാദമിക്ക് വിവരവും അനുഭവവുമുള്ള ഒരു ചെയർമാൻ ഉണ്ടാകണം. താല്പര്യമില്ലാത്തവരുടെ കൈകളിലാണ് നിലവിൽ ചലച്ചിത്ര അക്കാദമിയുടെ കാര്യങ്ങൾ കിടന്നു കറങ്ങുന്നത്. IFFKയുടെ നിലവിലെ വെബ്സൈറ്റ് കാണുമ്പോൾ സങ്കടം തോന്നുന്നുവെന്നും സാങ്കേതികമായി പോലും ഒരു ചലച്ചിത്രമേള സംഘടിപ്പിക്കാൻ അക്കാദമിക്ക് ശേഷിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻകാലങ്ങളിലും ചലച്ചിത്ര അക്കാദമിയിലെയും ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെയും രാഷ്ട്രീയ നിയമനങ്ങൾക്കെതിരെ സാംസ്കാരിക പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. യോഗ്യതയേക്കാൾ രാഷ്ട്രീയ വിധേയത്വത്തിന് മുൻഗണന നൽകി അക്കാദമി തലപ്പത്തേക്ക് ആളുകളെ തിരുക്കി കയറ്റുന്നത് മേളയുടെ അന്താരാഷ്ട്ര നിലവാരം തകർത്തുവെന്ന ആക്ഷേപം മുൻപും ശക്തമായി കഴിഞ്ഞു. IFFK ഡെലിഗേറ്റ് രജിസ്ട്രേഷനിലെ പാളിച്ചകളും ചലച്ചിത്ര നയരൂപീകരണത്തിലെ അനിശ്ചിതത്വങ്ങളും സാംസ്കാരിക വകുപ്പിന്റെ ദാരുണമായ തോൽവിയായി തുടർച്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതിനിടയിലാണ് അടൂരിന്റെ ഈ കടുത്ത പ്രഹരം. ചടങ്ങിന് ശേഷം മാധ്യമങ്ങളെ കണ്ട അടൂർ തനിക്കുള്ള എല്ലാ അമർഷവും മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് യോഗ്യനായ ഒരാളുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. രാഷ്ട്രീയ യജമാനന്മാരുടെ സമയക്രമത്തിനും താല്പര്യങ്ങൾക്ക് മുൻപിൽ തല കുനിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ വാക്കുകളിലൂടെ സാംസ്കാരിക കേരളം കേട്ടത്.